2, 3, 4, 5, 6, 7, 8, 9, 10. Dash, 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 dash. Dash, 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 dash. Dash, 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 dash. ഈ പാറ്റേണിന്റെ പ്രത്യേകത, ഇതില് ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന നമ്പേഴ്സിനെ ഞാൻ റൗണ്ട് ചെയ്യാം. 1, 3, 6, 10. ഈ 1, 3, 6, 10, 15, 21 ആ നമ്പേഴ്സ് ഒക്കെ അറിയപ്പെടുന്നത് ട്രയാങ്കുലർ നമ്പർ എന്നാണ്. അത് നിങ്ങൾ പഠിച്ചതാണ്. ഫെർമിൻ ജോസ്, ഇങ്ങനെ ഒരു പാറ്റേൺ തന്നാൽ നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം? ഇതിലെ ഏതെങ്കിലും വരിയിൽ അവസാനത്തെ സംഖ്യ ഏതെന്നൊരു ചോദ്യം ചോദിക്കാം. ഒരു മിനിറ്റ്. 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ ചോദിച്ചാൽ എന്തുത്തരമാണ് കൊടുക്കുക? 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ ചോദിച്ചാൽ എന്തുത്തരാണ്? കുട്ടികൾ കമന്റ് ചെയ്യാം, മറ്റു കുട്ടികൾ കമന്റ് ചെയ്യാം. 10ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം കൊടുക്കും? സർ 55 എന്നാണ് ഉത്തരം വന്നത്. അത് കറക്റ്റ് ആൻസർ ആണ്. കാരണം 10നെ 11 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് പകുതിയാക്കിയാൽ മതി. അപ്പോൾ ഈ പാറ്റേണിലെ ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് തന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. 4ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ചോദിച്ചാൽ 4നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് പകുതിയാക്കിയാൽ മതി. പക്ഷെ ഫെർമിൻ ജോസ്, നിങ്ങളൊരു US സ്റ്റുഡന്റ് അല്ലേ? നിങ്ങളോട് ഒരിക്കലും ആ ചോദ്യം ചോദിക്കില്ല. അത് വളരെ സിമ്പിൾ ആണ്. വേറെ എന്ത് ചോദ്യമാണ് ഇതിനെ കുറിച്ച് ചോദിക്കുക? മറ്റുള്ള കുട്ടികൾക്ക് പ്രതികരിക്കാം. വേറെ എന്ത് ചോദ്യമാണ് ഈ പാറ്റേൺ കൊണ്ട് എനിക്ക് ചോദിക്കാൻ കഴിയുക? 20ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ. 10ാമത്തെ വരിയിലെ അവസാന സംഖ്യ, 20ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ, അങ്ങനെ ചോദിക്കാം. ശരി. അപ്പോൾ നിങ്ങൾ ബോർഡ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കോഹോസ്റ്റായ കുട്ടികൾ അവർ കൃത്യമായിട്ട് ബോർഡ് ക്ലിയർ ആണെന്നും അതുപോലെ അവർക്ക് സൗണ്ട് ക്ലിയർ ആണെന്നും സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഇടയിൽ ബോർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിന്റെ കുഴപ്പമാണ്. നിങ്ങൾ വേറെ ഫോണിൽ നോക്കുക, അല്ലെങ്കിൽ നല്ല വൈഫൈ ഇടത്തിൽ ഇരിക്കുക. അപ്പൊ ബോർഡ് കാണാത്തത് എന്റെ കുറ്റമല്ല. കോഹോസ്റ്റായ കുട്ടികൾ എന്ത് പറയുന്നു? എന്റെ കുറ്റമാണോ ബോർഡ് കാണാത്തത്? അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എന്തെങ്കിലും പ്രശ്നത്തെ പറയാം. ശരി. ഇവിടെ നേരത്തെ ഒരു കുട്ടി പറഞ്ഞു 20ാമത്തെ വരിയിൽ ആദ്യത്തെ സംഖ്യ ചോദിക്കാം. ഇവിടെ നിങ്ങളോട് 1, 2, 3, 4 4ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 3ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ മതി. 3ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ ചോദിച്ചാൽ നിങ്ങൾ 2ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പൊ നേരത്തെ ആ കുട്ടി 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 19ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ. 19ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം? 19 × 20 ഡിവൈഡഡ് ബൈ 2. അതായത് 19ാമത്തെ വരിയിൽ അവസാനത്തെ നമ്പർ കിട്ടും. ശരിയാണ്. 19 × 20/2 എന്ന് പറഞ്ഞാൽ 20/2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 19നെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 190. 190 കൂടെ ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്യണം. 190 കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 191. പക്ഷേ ഫെർമിൻ ജോസ്, അതും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയില്ല. പിന്നെ എന്ത് ചോദ്യമാണ് ഇതെന്ന് പ്രതീക്ഷിക്കുക? ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്.
മറ്റുള്ള കുട്ടികൾക്ക് പ്രതികരിക്കാം. വേറെന്ത് ചോദ്യമാണ് ഈ പാറ്റേണിൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾക്കും പ്രതികരിക്കാം. ആ പ്രതികരിക്കുന്ന കുട്ടി പേര് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണം. യെസ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ചോദ്യം പറയാം. എന്ത് ചോദ്യമാണ് വരാൻ സാധ്യത എന്ന് നോക്കിക്കോളൂ. ഇതിൽ നിന്ന് നിങ്ങളൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇതിൽ 19ാമത്തെ വരിയിലെയും 20ാമത്തെ വരിയിലെയും ലാസ്റ്റ് നമ്പറിന്റെ സമത്തിലേക്ക്. What is the sum of the last numbers in the 19th and 20th line? Fermin Jos. Sir. What is the sum of last line? Sum of the number, the last number in the 19th and 20th line. 400 എന്നാണ് ഇവിടെ ഉത്തരം എഴുതിയിരിക്കുന്നത്. 400 കറക്റ്റ് ആൻസർ ആണ്. ആ കുട്ടി ഏതാന്ന് നോക്കൂ. 400 കറക്റ്റ് ആൻസർ ആണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 19ാമത്തെ വരിയിൽ 20ാമത്തെ വരിയിൽ 50ാമത്തെ വരി 51ാമത്തെ വരി എടുത്ത് കഷ്ടപ്പെടണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ അവസാനം കാണുന്ന 6ഉം 10ഉം കൂടി കൂട്ടി നോക്കുക. ഇവിടെ 3ാമത്തെ വരിയിലെയും 4ാമത്തെ വരിയിലെയും ലാസ്റ്റ് നമ്പറിന്റെ സമ്മ് ചോദിച്ചാൽ 6 + 10 ആണ്. 6 + 10, 6 + 10, that is 16. 16 is the square of 4. 16 is the square of 4. Very good. ഇവിടെ 1, 2, 3, 4, 5. ഇവിടെ 5ാമത്തെ വരിയിലെ അവസാന നമ്പർ 15 ആണ്. ഇവിടെ 5ാമത്തെ വരിയിലെ അവസാന നമ്പർ 15 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നു, 4ാമത്തെ വരിയിലെയും 5ാമത്തെ വരിയിലെയും ലാസ്റ്റ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എത്രയാണെന്ന് ചോദിച്ചാൽ 5ന്റെ സ്ക്വയർ 25. 5ന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 19ാമത്തെ വരിയിലെയും 20ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പറിന്റെ സം എത്രയാണ്? 20ന്റെ സ്ക്വയർ ആയിരിക്കും സാർ, അതായത് 400. 20ന്റെ സ്ക്വയർ എത്രയാണ്? 400. 900. ഇതായിരിക്കും ചോദ്യം വരാൻ ഇതിൽ നിന്ന് സാധ്യത. പോകാൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത പാറ്റേൺ ശ്രദ്ധിച്ചു. 1, 3, 5, 7, 9, 11, 13, 15, 17 and 19. Fermin Jos, could you please read these numbers? 1, 3, 5, 7, 9, 11, 13, 15, 17, 19, dash, dash, dash. അവിടെ ഡാഷ് 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 വേണ്ട, അടുത്ത താഴത്തെ ഡാഷ് ഡാഷ് വരുന്നത്. ഓക്കെ, ശരി. എത്ര വരികളാണ്? 1, 2, 3, 4, 4 ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്പേഴ്സ് ഏത് നമ്പേഴ്സാണ്? അതാരാ കോഹോസ്റ്റ്? ആ കോഹോസ്റ്റിന് ഒഴിവാക്കട്ടെ. ഈ 1 പ്രൈം നമ്പർ ആണ്, 9 പ്രൈം നമ്പർ ആണ്. ആ കോഹോസ്റ്റ് ആരായിരുന്നു? ആ പേര് പറയൂ മോനെ. 1 പ്രൈം നമ്പർ ആണ്. A prime number has only 2 factors. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്പേഴ്സ് ഏതാണ്? Fermin Jos. ഓർഡിനറി ബസ് സർ. ഓഡ് നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പർ എന്താന്ന് ആ കുട്ടിക്ക് മനസ്സിലായില്ല തോന്നുന്നു. 2 is the least prime number. A prime number has only 2 factors, 1 and 2 only. 3 is the next prime number, 1 and 3 only. അപ്പൊ ഇവിടെ പ്രൈം നമ്പർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ പിന്നെ ഓഡ് നമ്പേഴ്സ് വെച്ചിട്ടാണ് ഈ പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പാറ്റേണിൽ നിന്ന് എന്റെ ചോദ്യം എന്താവാം? മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും പ്രതികരിക്കാം. മക്കളെ, ഈ പാറ്റേണിൽ എന്റെ ചോദ്യം എന്താവാം?
അടുത്ത വരിയിലെ പ്രൈം നമ്പറിന്റെ എന്നാണ് മാഷിന്റെ അടുത്ത ചോദ്യം. ഓക്കെ, ഒന്നും മനസ്സിലായില്ല എനിക്ക് നിങ്ങൾ പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ചോദ്യം ഇതാ വരുന്നു. What is the sum of all the numbers? What is the sum of all the numbers? 20 line. ചോദ്യം ഇതാണ്. ആ ചോദ്യത്തെ ഞാൻ ഇങ്ങോട്ട് വലിച്ചിടുകയാണ്. What is the sum of all the numbers in the 20th line? ഇരുപതാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും തുക എത്രയാണ്? നിങ്ങൾക്ക് പ്രതികരിക്കാം. സാർ, ഇവിടെ ഒരു കുട്ടി 8000 എന്ന് ഉത്തരം എഴുതിയിട്ടുണ്ട്. 8000 എന്ന് എഴുതിയ കുട്ടി ശരിയാണ്. ആ കുട്ടിയെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ആ കുട്ടി പേര് പറയട്ടെ. 8000 എന്ന ആൻസർ ശരിയാണ്. ആ കുട്ടിക്ക് പ്രതികരിക്കാം. ഏതാണ് ആ കുട്ടി? പ്രകാശൻ PC എന്ന് എഴുതിയ. ഓക്കെ, ആ കുട്ടിക്ക് മുന്നോട്ട് വരാം. 8000 എന്ന ആൻസർ ശരിയാണ്. ആരാണ്? 8000. കുറെ കുട്ടികൾ 8000 എന്നുള്ള ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ വരിയിലെ നമ്പേഴ്സിന്റെ സമ്മ് 1 തന്നെ, രണ്ടാമത്തെ വരിയിലെ നമ്പേഴ്സിന്റെ സമ്മ് 8 ആണ്, മൂന്നാമത്തെ വരിയിലെ നമ്പേഴ്സിന്റെ സമ്മ് 27 ആണ്, നാലാമത്തെ വരിയിലെ നമ്പേഴ്സിന്റെ സമ്മ് നിങ്ങൾക്ക് 64 ആണ്. 1, 8, 27, 64 ക്യൂബിക് നമ്പർ പഠിക്കാനുള്ള 8ാം ക്ലാസ്സിലാണെങ്കിൽ പോലും ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന അർത്ഥത്തിൽ ഈ ചോദ്യം വരാം. അപ്പോൾ നാലാമത്തെ വരിയിലെ അവസാനത്തെ എല്ലാ സംഖ്യകളുടെയും സമ്മ് ചോദിച്ചാൽ 64 കിട്ടുന്നെങ്കിൽ 4നെ 3 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 64 ആണ്. 4/3. മൂന്നാമത്തെ വരിയിലെ എല്ലാ നമ്പറും കൂട്ടിയാൽ 27 കിട്ടുന്നുണ്ടെങ്കിൽ അത് 3ന്റെ ക്യൂബാണ്. അപ്പോൾ 20ാമത്തെ വരിയിലെ എല്ലാ നമ്പേഴ്സിന്റെ സമ്മ് ചോദിച്ചാൽ അത് 20ന്റെ ക്യൂബാണ്. 20ന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ 2 3 പ്രാവശ്യം എഴുതി ഗുണിച്ചിട്ട് 3 0 അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ച് പറയാം. പറഞ്ഞ കുട്ടികൾ ശ്രദ്ധിക്കുക. അവർ വീണ്ടും വീഡിയോ ഒന്ന് കണ്ടാൽ മതി, അവർക്ക് ക്ലിയർ ആയിക്കോളും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരീക്ഷ അടുത്തു. ഫെബ്രുവരി 27 എനിക്ക് കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ വെച്ചല്ലാതെ പറയാൻ പറ്റത്തില്ല ഓൺലൈനിൽ. കാരണം ക്ലാസ് എടുക്കുന്നത് നമ്മൾ വളരെ മുമ്പേ തുടങ്ങിയതാണ്. ഇനി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് കളിക്കുക. നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് കിട്ടുന്ന സമയത്ത് ക്ലാസ് റൂമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ വിവരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. സംശയമുള്ള കുട്ടികൾക്ക് പറഞ്ഞു തരും. യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 11 എന്ന് പറഞ്ഞിട്ടാണ് ഇനി വരുന്നത്. ഇതിലെല്ലാം വരുന്നത് ഏകദേശം 50ഓളം ക്ലാസ്സുകൾ നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഓൺലൈനായിട്ട് എടുക്കും. ഓൺലൈനിൽ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട് ക്ലാസ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 308025. ഫെർമിൻ ജോസ്, ഈ സംഖ്യ എത്രയാണ് വായിക്കുക? 3,80,025. 3,80,025. ഒന്നുകൂടി ഇതിന്റെ മലയാളം എന്ന് പറഞ്ഞേ. 3,80,025. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ?
ഇത് പൂർണ്ണവർഗ സംഖ്യയാണോ? സാധ്യതയുണ്ട്. എന്താ കാരണം? ഒരു ലാസ്റ്റ് 25 ആണ്. 25 വരുന്നുണ്ട്, 100 പ്ലേസിൽ 0 വരുന്നുണ്ട്. അപ്പൊ അതിന് സാധ്യതയുണ്ട്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഇവർ പറയുന്നു പൂർണ്ണവർഗ സംഖ്യയാണെന്ന്. എങ്കിൽ നിങ്ങളത് വിശ്വസിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ പൂർണ്ണവർഗ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങളത് വിശ്വസിച്ചേ മതിയോ? ഇതിന്റെ അടുത്ത നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ 309,136 ആണ്. ഇത് എത്രയാണ് വായിക്കുക? 3,09,136. 3,09,136. ശരി, ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമ്മളോട് പറയുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. These are consecutive perfect squares. What is the next or third perfect square here? You have to find out. These two numbers are consecutive perfect squares. ഇത് അടുത്തടുത്ത പൂർണ്ണവർഗ സംഖ്യകളാണ്. തൊട്ടടുത്ത പൂർണ്ണവർഗ സംഖ്യ ഏതുപോലെ 1 4 dash, that is 9. 9 16 dash, that is 25. അതേപോലെ ഇത് രണ്ടും അങ്ങനെയാണെങ്കിൽ അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. കുട്ടികൾ എത്രയാണ് ടൈപ്പ് ചെയ്തത്? ഫെർമിൻ ജോസ് സാർ 3,10,249 ഒരാളെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് അത് ടൈപ്പ് ചെയ്ത കുട്ടിയുടെ പേരെന്ന് പറയാമോ? ആരെങ്കിലും? ഞാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്യാം. അത് കിട്ടിയൊരു കുട്ടി ഒന്ന് മുന്നോട്ട് വരൂ, സ്കൂളിന്റെ പേര് പറഞ്ഞാൽ മതി. എങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയത്? അത് പറയൂ ഒരു കുട്ടിയുടെ പേര് പറയൂ. പിന്നെ ആകാശ് CNNBHS. പറയൂ, എങ്ങനെയാണ് കിട്ടിയത്? സെക്കൻഡ് നമ്പർ ഒരു മിനിറ്റ്, ഞാനൊരു സ്കൂളിന്റെ പേര് വിളിച്ചിട്ടോ മോനെ. ഒരു സ്കൂളിന്റെ സെന്റ് തെരേസ സ്കൂൾ, കണ്ണൂർ. അവിടെയുള്ള കുട്ടികൾ ഇന്ന് ഇതിലുണ്ടോ? ഒരാളുടെ പേര് പറയൂ. നന്ദന. നന്ദനക്ക് can you hear me? നന്ദന കേൾക്കാമോ? നന്ദനയ്ക്ക് ഈ ആൻസർ കിട്ടിയിരുന്നോ? ഇല്ല. സെന്റ് തെരേസ സ്കൂളിലെ വേറെ ഏതെങ്കിലും കുട്ടി പറയൂ ഈ ആൻസർ കിട്ടിയ കുട്ടി. യെസ്. മോക്ക് ഈ ആൻസർ കിട്ടിയിരുന്നോ? കിട്ടി. എങ്ങനെ കിട്ടി ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ നമ്പറിൽ 5 into 5 25 വരുന്നത്, സെക്കൻഡ് നമ്പറിൽ 6 into 6 36, അതേപോലെ ലാസ്റ്റത്തെ നമ്പർ 7 into 7 49. അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ബാക്കിയുള്ള തേർഡ് ഡിജിറ്റില് 8, ഫസ്റ്റത്തില് 8, സെക്കൻഡ് 9, തേർഡിന് 10 വന്നത്. ആ രീതിയിലാണ് കണ്ടുപിടിച്ചത് അല്ലേ? എന്താ പേര് പറഞ്ഞത്? ഒരു മിനിറ്റ്. 15,876 16,129 ഡാഷ് എന്നാണെങ്കിലോ? സാർ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് രണ്ടാമത്തെ നമ്പറിനെ പ്ലസ് ചെയ്ത പോരെ? സ്റ്റെല്ലയോട് തന്നെയാണ് എന്റെ ചോദ്യം. ആ കുട്ടിയോടാണ് എന്റെ ചോദ്യം. ആ കുട്ടിക്കുള്ള മറുപടി മോളെ ഈ ഇങ്ങനെയാണ് ചോദ്യം വരുന്നെങ്കിലോ? 15,876 16,129 ഡാഷ്. These are consecutive square numbers. അടുത്ത സ്ക്വയർ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോളി പറഞ്ഞ പോലെ ഈ 76 സ്ക്വയർ നമ്പർ അല്ല, 29 സ്ക്വയർ നമ്പർ അല്ല, പിന്നെ എങ്ങനെ കണ്ടെത്തും? അറിയില്ല. ശരി, വേറെ ആളിലേക്ക് പോവാം. വേറെ ഏതെങ്കിലും രീതിയിൽ കുട്ടികളിൽ കണ്ടെത്തിയിട്ടുണ്ടോ? എങ്ങനെ? ക്ലിയർ ആവുന്നില്ല. യെസ്, ഫെർമിൻ ജോസ്, എങ്ങനെയാണ്
അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർസിന്റെ ഡിഫറൻസ് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. പഠിച്ചു വെച്ചിട്ടുണ്ടോ അത്? Yes. The difference of 1 and 4, that is an odd number, 3. Next സ്ക്വയർ നമ്പർ കിട്ടാൻ നെക്സ്റ്റ് ഓഡ് നമ്പർ ആയ 5 ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും. അതേ പ്രശ്നം ഇവിടെ ഉദ്ദേശിക്കാം. The difference of 15876, that is 253, 253. നെക്സ്റ്റ് ഓഡ് നമ്പർ ആയ 255 ആഡ് ചെയ്താൽ നമുക്ക് 16,384 കിട്ടിക്കോളും. See the difference of these two numbers, that is definitely an odd number. അടുത്ത ഓഡ് നമ്പർ ആണ് ഇതിന്റെ കൂടെ കൂട്ടി കൊടുക്കേണ്ടത്. നേരത്തെ മോള് പറഞ്ഞത് ശരിയാണ്, 25, 36, 49 എന്ന് എഴുതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ. മനസ്സിലായോ ആ കുട്ടിക്ക്? ആ കുട്ടീനൊന്ന് ഞാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്യട്ടെ. സെല്ല, മനസ്സിലായോ പറഞ്ഞ കാര്യം? യെസ്, ഓക്കെ, ഗുഡ്. അടുത്തതിലേക്ക് പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് ചോദ്യം കഴിഞ്ഞാൽ കുറച്ച് ഹോംവർക്ക് ഞങ്ങൾക്ക് വീട്ടിലേക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. സ്ഥിരം വരുന്നതാണ്, എപ്പോഴും സ്ഥിരം വരുന്ന ചില ചോദ്യങ്ങൾ, അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ചോദ്യം നോട്ട് ചെയ്തോളൂ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. A 2-digit number divided by another 2-digit number gives 625. What do we get if we multiply these two numbers? Dharmin Jose, a question no I come. A two-digit number divided by another two-digit number gives 625. What do we get if we multiply these two numbers? ഞാൻ 625 ചെറുങ്ങനെ മാറ്റുന്നുണ്ട്. അത് മാറ്റിയിട്ട് മേലെ എഴുതാം 6.25 എന്നാക്കാം. അതുപോലെ ഇവിടെ യെസ്, എന്താ പറഞ്ഞത്? ഈ ക്വസ്റ്റ്യന് മലയാളം പറയാം. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് തീർത്തോട്ടെ, മലയാളം പറയാം. A 2-digit number divided by another 2-digit number gives 6.25. What do we get if we multiply these two numbers? ഇനി അതിന്റെ മലയാളം മീഡിയം കുട്ടികൾ നോട്ട് ചെയ്തോളൂ. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, ഹരിച്ചപ്പോൾ 6.25 കിട്ടി. ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ, മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് കിട്ടും? ഓപ്ഷൻസ് ഞാൻ എഴുതാം, നീല കളറോടെ എഴുതാം. ഇവിടെ എഴുതാം 100, 400, 900, 1600. ഇത് കടുപ്പുള്ള ചോദ്യമാണ്. പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾ ക്ഷമിക്കുക. കാരണം നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ വെച്ച് മാത്രമേ ഇനി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പ്രയാസം വരാം. എന്നാലും വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഫെർമിൻ ജോസ്, എല്ലാ കുട്ടികളും മൈക്ക് ഓൺ ആണ്. ഇതറിയാം. 1600. 1600. എല്ലാവരും അങ്ങനെ തന്നെയാണ് ടൈപ്പ് ചെയ്തത്. ഫെർമിൻ ജോസ്, ഇതിന്റെ ആൻസർ ശരിക്കും എത്രയാണ്? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? നമ്പർ ഏതോ ഒരു രണ്ടക്ക സംഖ്യയെ
വേറൊരു രണ്ടക്ക സംഖ്യയുണ്ട് ABCD. ഡിവൈഡ് ചെയ്തപ്പോഴാണ് 6.25 കിട്ടിയത്. ഈ ശരിക്ക് 6.6.25 എന്ന് പറയുന്നത് എത്രയാണ് ശരിക്കും ഫെർമിൻ ജോസ്? അത് 625 ഇത് 6.25 625 100. അത് മനസ്സിലായി. പക്ഷേ എന്റെ ചോദ്യം ഫെർമിൻ ജോസ്, 625 എന്ന സംഖ്യ 3 ഡിജിറ്റ് നമ്പർ അല്ലേ? 100 എന്ന സംഖ്യ 3 ഡിജിറ്റ് നമ്പർ അല്ലേ? ഇതിനെ 2 ഡിജിറ്റ് നമ്പറിലേക്ക് ഒന്ന് ഷോർട്ടാക്കി കൊണ്ടുപോയാൽ സിംപ്ലിഫൈ ചെയ്യാൻ എന്താ മാർഗം? 225 മൾട്ടിപ്പിൾ ആണ്. ആണോ? അപ്പൊ 100 എത്ര 25 ഉണ്ട്? 4. 625 എത്ര 25 ഉണ്ട്? 25. 25 into 25 625 ആണ്. അപ്പൊ എന്റെ ചോദ്യം 25/4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ. ചോദ്യം 25/4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആർക്ക് പറയും? ഞാൻ മൈക്ക് നോട്ട് ചെയ്തിട്ട് മറ്റുള്ള കുട്ടികൾക്ക് പ്രതികരിക്കാം. 25/4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ കോഹോസ്റ്റായ കുട്ടികൾക്ക് പ്രതികരിക്കാം. അതാണ് നേരത്തെ പറഞ്ഞ കുറച്ച് കോഹോസ്റ്റ് മുന്നോട്ട് വരട്ടെ. എന്നാ വേഗം ക്ലാസ്സിന് നീങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടെന്നില്ല നേരം. 25/4 ചെയ്താൽ എത്ര കിട്ടും ഫെർമിൻ ജോസ്? എത്ര കിട്ടും? ധൈര്യമായിട്ട് പറഞ്ഞോ. 6.25 കിട്ടും. കാരണം നമ്മൾ ചെയ്തത് എന്താണ്? ഇതിനെ ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ അതിനെ കിട്ടേണ്ടത് കിട്ടും. പക്ഷെ എന്റെ ചോദ്യം 25 എന്ന സംഖ്യ 2 ഡിജിറ്റ് നമ്പറാണ്. പക്ഷെ 4 2 ഡിജിറ്റ് നമ്പർ ആണോ? എന്താടോ മിണ്ടാത്തത്? അല്ല സാർ, അല്ല. ഒരാള് അതിനെ കോഹോസ്റ്റാക്കി പ്രതികരിക്കണം. 4 2 ഡിജിറ്റ് നമ്പർ അല്ല. ആ 4നെ ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ ആക്കാൻ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 12 അല്ലേ കിട്ടുക? അങ്ങനെയാണെങ്കിൽ 25നെയും 25 വെറുതെ ഇരിക്കൂലല്ലോ. താഴെ 4 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 25നെയും 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണ്ടേ? 25നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 75. അപ്പോൾ 3നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 12. 75 into 12 എത്രയാണ്? മൈക്ക് നോട്ട് ചെയ്തിട്ട് മറ്റുള്ള കുട്ടികൾക്കും പ്രതികരിക്കാം. 75 into 12 എത്രയാണെന്ന് എനിക്കറിയണം. 925. ഫെർമിൻ ജോസ്, 75 into 12 എത്രയാണ്? കോഹോസ്റ്റായ കുട്ടികള് സ്മാർട്ടായിട്ട് മുന്നോട്ട് വരുന്നില്ല. അതാരാ 900 പറഞ്ഞോ? പേര് പറഞ്ഞോ? ശ്രീബാല. നേരത്തെ കോഹോസ്റ്റ് ആണെന്ന് പറയുകയും ചെയ്യാം, പിന്നെ മിണ്ടാതിരിക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ ആരെയാണ് നോക്കിയെടുക്കേണ്ടത്? 900 അതൊക്കെ വിളിച്ചു പറയണം പെട്ടെന്ന്. മൈക്കിന്റെ പ്രശ്നമുണ്ട്. ഓഫ് ചെയ്തേ. മൈക്ക് ഓഫ് കണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ട് പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ നേരത്തെ 1600 പറഞ്ഞ കുട്ടികൾക്ക് 1600 ആണോ ശരി, 900 ആണോ ശരി? ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കാം. അത് അങ്ങനെയാണെങ്കിൽ ഓരോ സ്കൂൾ ഓരോ കുട്ടികൾ മുന്നോട്ട് വരട്ടെ. ആ കുട്ടികൾക്ക് ഇത് മനസ്സിലായോ എന്ന ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. സ്കൂളിന്റെ പേര് വിളിക്കുന്നതിന് മാത്രം മൈക്ക് ഓൺ ചെയ്ത് പറയുക.
സെന്റ് ട്രീസ സ്കൂളിലെ കുട്ടികൾക്ക് ഇത് മനസ്സിലായോ? Yes. യെസ് ഓർ നോ? Yes. ഒരു കുട്ടി മുന്നോട്ട് വരും, പേര് പറയൂ. ഓ, ഒരു കുട്ടി മുന്നോട്ട് വരും, പേര് പറയൂ. Catherine. ആ, കാതറിൻ പറയൂ. 900 കിട്ടിയത് 900 കിട്ടിയ മനസ്സിലായോ നമുക്ക്? മനസ്സിലായി സർ. ഒന്ന് വിവരിക്കാമോ ഇതെങ്ങനെ കിട്ടിയെന്ന്? 6.25 എന്ന് പറഞ്ഞാല് 625/100 ആണ്. അപ്പൊ ഇതൊരു 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് അതിനെ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ 5 വെച്ച് സിംപ്ലിഫൈ ചെയ്തു. അപ്പോ സിംപ്ലിഫൈ ചെയ്തപ്പോ 25/4 കിട്ടി, രണ്ടും ഒരേപോലെ ചെയ്തു. പക്ഷെ 4 ഒരു 1 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് അതിനെ ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ മറ്റുള്ള കുട്ടികൾ മ്യൂട്ടിൽ സഹായിക്കണം. ശരി, സാരില്ല. ഓളെ അടുത്ത ക്ലാസ് മറ്റുള്ള കുട്ടികൾ അവിടെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് ആ ശല്യം വന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ക്ലാസ് വളരെ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ ഓരോ സ്കൂളിൽ നിന്നും വളരെ സ്മാർട്ടായിട്ട് 1, 2, 3 കുട്ടികൾ മുന്നോട്ട് വരണം. ഒരു 10ഓ 15ഓ കോഹോസ്റ്റ് എനിക്ക് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരോ എന്തൊക്കെ ചോദിക്കാൻ നോക്കി, പറയൂ. യെസ് സർ, ആ, സർ എന്റെ നെറ്റ് ഒന്ന് ഇതായിപ്പോയി, അപ്പൊ അതൊന്ന് എടുക്കാൻ വേണ്ടിട്ട് ഇത് പോയതാ. അത് ഞാൻ അറിയില്ല, പോട്ടെ, സാറില്ല. അപ്പൊ ഞാൻ എല്ലാ കുട്ടികളോടും പറയുകയാണ്, നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെ വാട്സപ്പ് ചെയ്യാം. ഞാൻ കോഹോസ്റ്റ് ആകാൻ തയ്യാറാണ്. നിങ്ങളുടെ ഐഡിയയിലാണ് കയറുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ധ്യാന എന്ന കുട്ടി നേരത്തെ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഇന്ന് വേറെ എന്ത് പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ്. ആ കുട്ടി ഇപ്പൊ 8ാം ക്ലാസ്സിലെ കുട്ടിയാണ്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കൃത്യമായിട്ട് ഈ കാര്യം ശരിക്കും മാനേജ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ അതുപോലെയുള്ള മാനേജ് ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർ 250 കുട്ടികളിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 3ഓ 4ഓ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ട് പറഞ്ഞ് വേഗം മുന്നോട്ട് പോകാറുണ്ട്. അപ്പൊ പല കുട്ടികൾക്ക് ചിലപ്പോൾ സ്ലോ ആയിട്ട് പഠിക്കുന്നവരുണ്ടാവും. ചില കുട്ടികൾക്ക് ഇതിലിപ്പോ പെട്ടെന്ന് തേച്ചിട്ടുണ്ടാകരുത്. നിങ്ങൾ നേരത്തെ 1600 പെട്ടെന്ന് പറഞ്ഞെന്നല്ലാതെ ഉത്തരം 900ലേക്ക് വന്ന് കണ്ടില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാകാത്ത കുട്ടികൾ ക്ക് വേണ്ടിയിട്ട് ഈ കോഹോസിന് സഹായിക്കാൻ പറ്റും. ഇന്നത്തെ കാര്യം പോട്ടെ, അടുത്ത ക്ലാസ്സിലെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. നിങ്ങളോട് ചോദ്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളോട് വിവരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 7744. What is the square of twice the number? ആ ചോദ്യം ഒന്ന് വായിച്ചു. Square of a number is 7744. What is the square of twice the number? വേറെ കോഹോസായ കുട്ടി ഒന്ന് വായിച്ചേ ഈ ചോദ്യം. Square of a number is 7744. What is the square of twice the number? മലയാളം മീഡിയക്കാർ ശ്രദ്ധിച്ചോളൂ. ഈ ചോദ്യത്തിന്റെ മലയാളം പറയുന്നു, ഒരു സംഖ്യയുടെ വർഗം 7744 ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര എന്നാണ് ചോദ്യം. പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ വർഗസംഖ്യയായിട്ട് ബന്ധപ്പെട്ട് സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ഒന്ന് മാത്രം. എന്താണ് 7744 പ്രത്യേകത? 2 പ്രത്യേകതയുള്ള നമ്പറാണത്. ഒന്ന്, 2 ഇതിന് മാത്രമല്ല, ഏത് നമ്പർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ ഇതിന്റെ ആൻസറിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ആൻസർ കണ്ടെത്തുക? 10ൽ താഴെയുള്ള ഒരു സംഖ്യ ആദ്യം എടുക്കുക. 3 സ്ക്വയർ ഈസ് 9. ഒരു സംഖ്യയുടെ വർഗം 9 ആണ്. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ? 3ന്റെ ഇരട്ടി, അതിന്റെ വർഗം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 6 × 6 36, 36 കിട്ടും. ഈ 9ഉം 36 അവിടെ വെറുതെ റൗണ്ട് ചെയ്ത് അവിടെ വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റെഫ് പേജ്. മുമ്പ് കേൾക്കാത്ത ചോദ്യമാണെങ്കിൽ മാത്രം. ഇനി മറ്റൊരു കാര്യം, മറ്റൊരു പോയിന്റ് കൂടി എടുക്കാം. 5
5 square is 25. ഇതിന്റെ ഡബിൾ എത്രയാണ്? 10. 10 square is 100. അപ്പം ഈ 25-ന് 4 കൊണ്ട് ഗുണിച്ചിട്ടാണ് 100 കിട്ടിയത്. അപ്പൊ ചോദ്യം നിർമ്മിക്കുന്നതായിക്കോളൂ. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 25. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ? ദാറ്റ് ഈസ് 100. 25-ന് 4 കൊണ്ട് ഗുണിച്ചാൽ മതി. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 9. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ? അപ്പൊ നമുക്ക് 9-ന് 4 കൊണ്ട് ഗുണിച്ചാൽ 36 കിട്ടും. ഇനി നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ ഉത്തരം പറയൂ. ഈ 7744-നെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ into 4. അപ്പൊ മക്കളിനെ നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. 7744-നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ് ഉത്തരം എന്നുള്ളത് നിങ്ങൾ എന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വിട്ടു, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. എത്രയാണ് സാർ ഉത്തരം വന്നു കഴിഞ്ഞു? 30,976. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the difference of two numbers whose sum is 1, 2 and product is maximum? Fermin Jose. Yes. ചോദ്യം വായിച്ചേ. What is the difference of two numbers whose sum is 12 and product is maximum? ഞാൻ ട്രാൻസിസ് സ്കൂളിൽ ഒരു കുട്ടീനോട് ചോദ്യം വായിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഇന്ന് പങ്കെടുത്ത മക്കളാണ്. ആ കുട്ടികളെ ഈ ചോദ്യം വായിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മാർട്ടായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു കുട്ടീനെ വിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വരും. സെന്റ് ട്രേസസ് സ്കൂൾ, കണ്ണൂർ. ഒരു കുട്ടി പേര് പറയും. നേരത്തെ കേന എന്ന് പറഞ്ഞ കുട്ടി പേര്, അതാണ് ആ കുട്ടിയുടെ പേര് പറയും. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച മോളെ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. ശരി, അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ 2-3 കുട്ടികൾ ഓരോ സ്കൂളിൽ നിന്ന് 2-3 കുട്ടികൾ കോഹോസ്റ്റ് ആയിട്ട് മുന്നോട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം വരും. കാരണം നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികൾ അവിടെ ഓൺ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്തത്. കുഴപ്പമില്ല. ഇതിന്റെ മലയാളം ഇതാണ്. തുക 12 ഗുണനഫലം ഏറ്റവും കൂടുതലുമായ സംഖ്യകളുടെ വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾ തരികയാണ്. ഓപ്ഷൻസ് ആർ 3, 0, 1 and 6. തുക 12 ഗുണനഫലം മാക്സിമമായ ആ 2 സംഖ്യകളുടെ വ്യത്യാസം എത്രയായിരിക്കും? സാർ ഇവിടെ എല്ലാവരും 0 എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ 3. 0 റൈറ്റ് ആൻസർ ആണ്. ആ കുട്ടികൾ ടൈപ്പ് ചെയ്തത് ശരിയാണ്. നന്നായിട്ട് ടൈപ്പ് ചെയ്ത് നന്നായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളുണ്ട്, ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ട്. അതെനിക്ക് മനസ്സിലായി. 0 is the right answer. കാരണം 12 കിട്ടാൻ 7ഉം 5ഉം കൂട്ടിയാൽ 12 കിട്ടും. അത് ശരിയാണ്. 7 + 5 12 ശരിയാണ്. പക്ഷെ 7നെ 5 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 35 എന്ന മാക്സിമം നമ്പറിലേക്ക് പോകുമ്പോൾ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 6 ഇവിടെ കിടക്കല്ലേ. 6ന്റെ കൂടി 6 കൂട്ടിയാൽ ഒരേ സംഖ്യ കൂട്ടണോ കുറയ്ക്കുന്നോ പറഞ്ഞിട്ടില്ലല്ലോ. 6 + 6 is also 6 into 6, that is 36. അപ്പോൾ സം നിങ്ങൾക്ക് 12, പ്രൊഡക്റ്റ് മാക്സിമം വരുന്നത് ഇവര് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ സംഖ്യകളുടെ ആ 6ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ എത്രയാണെന്നാണ് ചോദ്യം.
6 എഴുതരുത്. 6ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ എത്ര ഉണ്ടാവും? അത് 0 ആണ്. കുട്ടികൾക്ക് പ്രതികരിക്കാം. ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് പറയാം. അപ്പോ നോ എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു വാക്ക് അവർ വീണ്ടും ഈ വീഡിയോ കാണുക, മനസ്സിലായിട്ടില്ലെങ്കിൽ നേരിട്ട് വിളിക്കുക എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. പോകാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത നല്ല രസകരമായ ചോദ്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, സ്ക്വയർ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവും. സ്ക്വയർ നമ്പേഴ്സ് ഇപ്പൊ സ്കൂൾ എടുത്ത് വരുന്നേ പല സ്കൂളുകളിലും. പക്ഷേ നിങ്ങൾ ആദ്യം പരിഗണന കൊടുക്കേണ്ടത് 6th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് ഫാക്ടേഴ്സിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യം, ഈ പ്രാവശ്യം ഫാക്ടേഴ്സിന്റെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഹൗ മെനി ഫാക്ടേഴ്സ് എന്നുള്ള ചോദ്യം ആയിരിക്കില്ല ഉണ്ടാവും. കാരണം അത് പല പ്രാവശ്യം ചോദിച്ചു തുടങ്ങിയതാണ്. അതിൽ കുറച്ചുകൂടി ഹയർ ലെവലായിട്ട് ചോദ്യം ഞാൻ കണ്ടത് 6⁻² into 15⁻³ into 10. അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന ചോദ്യം. അത് മക്കള് കഴിഞ്ഞ ക്ലാസ്സിൽ 120 ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇപ്രാവശ്യം ഓഡ് ഫാക്ടേഴ്സ്, ഈവൻ ഫാക്ടേഴ്സ് ഉള്ള ചോദ്യം വരാം. അപ്പൊ മക്കളോട് ഞാൻ ചോദിക്കുന്നു, 100 എന്ന സംഖ്യക്ക് ഉള്ള ഓഡ് ഫാക്ടേഴ്സിന്റെ എല്ലാം നമ്പറിന്റെ ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ് ഇൻ 100? കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാം. ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ് ഇൻ 100? 100ന് എത്ര ഓഡ് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരമാണ് നിന്ന് കൊടുക്കുക? നൂറിനെ ഫാക്ടറൈസ് ചെയ്തോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 50 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നിങ്ങൾക്ക് 25 കിട്ടി. 25 ഡിവൈഡഡ് ബൈ 5, 5 കിട്ടി. 2⁻² into 5⁻² ആണ്. അപ്പൊ ഈ ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ ഒരു പണിയില്ല. ഈ ഓഡ് നമ്പറിന്റെ മേലെയുള്ള പ്രൈം നമ്പറായ ഓഡ് നമ്പറിന്റെ മേലെയുള്ള 2ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് 100ൽ 3 ഓഡ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഈവൻ ഫാക്ടേഴ്സ് കണ്ടെത്താൻ മൊത്തം ഫാക്ടേഴ്സിൽ നിന്ന് ഓഡ് ഫാക്ടേഴ്സ് കുറയ്ക്കണം. ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ പണിയൊന്നുമില്ല. ഈ ഓഡ് നമ്പറായ ആ പ്രൈം നമ്പറിന്റെ മേലെ നമ്പർ. ഇനി വേണമെങ്കിൽ നമുക്ക് 100ന്റെ ഫാക്ടേഴ്സ് ഒന്ന് എഴുതി വെക്കാം. ഫെർമി ജോസ്, 100ന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ എന്നെ ഒന്ന് സഹായിക്കാമോ? 1 into 100. Yes. Next. 2 into 50. 2 into 50. Yes. Next. 4 into 25. 4 into 25. Yes. Next. 5 into 20. 5 into 20. അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ്. 10 into 10. അപ്പൊ ഒരു 10 മതി, 2 10 വേണ്ട. ശരി, ഇതിലെ ഓഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞേ മോനെ. 1, 5, 25. 25 and 5 കണ്ടോ? ഓഡ് ഫാക്ടേഴ്സ് 3 കിട്ടി. ഇതിലെ ഈവൻ ഫാക്ടേഴ്സ് എന്ന് പറയുമോ മോനെ? 100, 50, 20, 5, 6. ഈവൻ ഫാക്ടേഴ്സ് 6 ആണോ? Yes. എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്? ഓക്കെ. അപ്പൊ നമുക്ക് മൊത്തം ഫാക്ടേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി വേറൊരു പ്രത്യേകത പറഞ്ഞില്ല, അത് മനസ്സിലാക്കി വെച്ചോ. ഈ 100 ഒരു സ്ക്വയർ നമ്പർ ആണ്, 25 ഒരു സ്ക്വയർ നമ്പർ ആണ്, 36 ഒരു സ്ക്വയർ നമ്പർ ആണ്. എല്ലാ സ്ക്വയർ നമ്പേഴ്സിന്റെയും ഫാക്ടേഴ്സിന്റെ എണ്ണം ഓടായിരിക്കും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻ എ സ്ക്വയർ നമ്പർ ഇസ് ഓഡ്. എല്ലാ സ്ക്വയർ നമ്പറിന്റെയും വർഗസംഖ്യയുടെയും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓടായിരിക്കും. ഇപ്പൊ 100ന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നിങ്ങൾ 9 നട്ട് 9 ഓഡ് നമ്പറാണ്. 25ന്റെ എന്ന സ്ക്വയർ നമ്പറിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 3 ആണ്. അതിനെപ്പറ്റി വേറെ പറയാനുണ്ട്. 25 എന്ന സംഖ്യ 5 എന്ന പ്രൈം നമ്പറിന്റെ സ്ക്വയർ ആണ്.
അപ്പൊ ഈ 5 എന്ന പ്രൈം നമ്പറിന്റെ സ്ക്വയർ ആയ സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 3 ഫാക്ടേഴ്സ്. ഒരു പ്രൈം നമ്പറിന്റെ വർഗത്തിന് 3 ഘടകങ്ങളെ ഉണ്ടാവും. 3 is a prime number. 3 square is 9. 9 has only 3 factors. അപ്പൊ 2 പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പൊ പഠിച്ചു. സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 3 ഫാക്ടേഴ്സ്. ഒരു അഭാജ്യ സംഖ്യയുടെ വർഗത്തിന് 3 ഘടകം. കൂടാതെ വേറൊരു കാര്യം പഠിച്ചു. ഏതൊരു സ്ക്വയർ നമ്പർ പെർ സ്ക്വയറിനും അതിന്റെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കും എന്ന സത്യം പഠിച്ചു. ഇനി നിങ്ങൾക്കൊരു ചോദ്യം, നിങ്ങൾ കുറെ നേരം വെറുതെ കേൾക്കുന്നു. നിങ്ങളോടൊരു ചോദ്യം ഇതാ ചോദിക്കുന്നു, ആൻസർ കമന്റ് ചെയ്തോളൂ. 80-ന് 80 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്? ഹൗ മെനി ഈവൻ ഫാക്ടേഴ്സ്? ഇരട്ട ഘടകങ്ങൾ 80 കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ മൈക്ക് ഓൺ ചെയ്താൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുന്നോട്ട് വന്ന് പറയാം. 80-ന് ഈവൻ ഫാക്ടേഴ്സിന്റെ എണ്ണം മൈക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. ഒരു കുട്ടി പറഞ്ഞാൽ മതി എത്ര ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, എട്ട് എന്ന് പറയാൻ അംഗീകരിച്ചു. ഈ 8 എങ്ങനെ കിട്ടി, എങ്ങനെയാണെന്ന് കിട്ടുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് വരൂ. എങ്കിൽ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. സ്കൂളിന്റെ പേര് പറഞ്ഞാൽ മതി. 8 ശരിയാണ്, ഞാൻ അംഗീകരിച്ചു. അത് കിട്ടിയത് എങ്ങനെയാണ്? ഫെർമിൻ ജോസാണ് ഹോസ്റ്റ് അല്ലേ? വേറൊരു കുട്ടി മുന്നോട്ട് വരട്ടെ. മൈക്ക് ഓൺ ആണ്, ഒരു കുട്ടിക്ക് മുന്നോട്ട് വരാം. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് മുന്നോട്ട് വരും. ശരി, കണ്ടുപിടിക്കാൻ പോവുകയാണ്. മൈക്കത് മ്യൂട്ട് ചെയ്യണേ. ഏതോല്ലോ കുട്ടികൾ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് മൈക്ക് ഓൺ ഓഫ് ആക്കുന്നത്. ഈ ഈവൻ ഫാക്ടേഴ്സ് കണ്ടെത്താൻ നമ്മൾ ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടേ മതിയാവും. 40 divided by 2 20 divided by 2 10 divided by 2 5 കിട്ടിയല്ലോ. അപ്പൊ 2 raised to 4 into 5 raised to 1. ഫെർമിൻ ജോസ്, ഈ ചെയ്തത് ശരിയല്ലേ? +1 കൊടുത്തു, +1 കൊടുത്തു. 5 into 2 is equal to 10. അപ്പൊ 80ക്ക് 10 ഫാക്ടേഴ്സ് ആണുള്ളത്, അത് മനസ്സിലായി. ആ 10 ഫാക്ടേഴ്സിൽ നിന്ന് ഈ ഓഡ് നമ്പർ ആയ പ്രൈം നമ്പറിന്റെ മേലെയുള്ള 1 + 2 നമ്മൾ അങ്ങ് കുറയ്ക്കും. അപ്പൊ നമുക്ക് 8 കിട്ടും. ഇനി വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. 1 into 80 പറഞ്ഞു ജോസ്, വേഗം പറഞ്ഞു. 2 into 40 8 into 20 4 into 20 8 into 10 5 into 16 8 into 10. ഈ 3 ഫാക്ടേഴ്സ് ആണ് ഉള്ളത് അല്ലേ? യെസ് ഓർ നോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഈവൻ ഫാക്ടേഴ്സ് 1 2 3 4 5 6 7 8. ഓക്കെ, ശരി. അപ്പൊ ഈവൻ ഫാക്ടേഴ്സ് ഇന്ന് പഠിച്ചു. ഈവൻ ഫാക്ടേഴ്സ് ഇന്ന് ഇപ്രാവശ്യം ചോദ്യം ഉണ്ടാവുന്ന കാര്യം ഞങ്ങൾ കണക്കൂട്ടുന്നു. ശരിയാണ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കാനും ആസ്വദിക്കാനുമുള്ള ചോദ്യമാണ് തരാൻ പോകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങൾ കുറച്ച് ലെവൽ കൂടിയതായിരിക്കാം. ആ ചോദ്യത്തിന്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യുക. ഞാൻ തൽക്കാലം ഇന്ന് ഒരു ചോദ്യം കൂടി വേണമെങ്കിൽ തരാം, അത് നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരികയാണ്. ചോദ്യം ഇതാണ്, ആയിക്കോളൂ, ശ്രദ്ധിക്കുക. ഒരു ചോദ്യം കൂടി വേണേൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കെങ്കിൽ ഞാൻ ചെയ്തു തരാം.
the number that exactly divides ഞാൻ എഴുതേണ്ടി വരും പെർമിറ്റേഴ്സ്, കാരണം സ്പീഡ് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, നോക്കാം. എക്സാക്ട്ലി ഡിവൈഡ്സ് 3⁻41, കാരണം ഇത് നിങ്ങൾ പഠിക്കുന്നതാണ്, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നതാണ്, അതുകൊണ്ട് അതിൽ ചോദ്യം വരാം. പ്ലസ് 3⁻42 പ്ലസ് 3⁻43 പ്ലസ് 3⁻44 പ്ലസ് 3⁻45. ഓഹോ, മലയാളം ഞാൻ പറയാം. ഈസ് ഓപ്ഷൻസ് ആർ 4, 5, 11 and 17. ആ ചോദ്യം ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചേ ഫെർമിൻ ജോസ്, അതിനുശേഷം ഞാൻ മലയാളം പറയും. The number that exact divides 3⁻41 നന്നായിട്ട്. The number that exactly divides 3⁻41 plus 3⁻42 plus 3⁻43 plus 3⁻44 plus 3⁻45 is ഇതിലേതാണ്? അപ്പം ഇതിന്റെ മലയാളം കേട്ടോളൂ, അത് മലയാളം തിരിച്ചു വായിച്ചെടുത്താൽ മതി. 3⁻41, 3⁻42, 3⁻43, 3⁻44, 3⁻45 പൂർണ്ണമായിട്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഇതിലേതാണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യം ശരിക്കും കുട്ടികൾ പഠിച്ചോളെ, ഇത് പരീക്ഷയ്ക്ക് വരും. സാർ മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? 3⁻41, 3⁻42 എന്ന് എഴുതിയിട്ട് ഈ സംഖ്യയെ പൂർണ്ണമായിട്ടും ഹരിക്കാവുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ക്ലിയർ ആയോ മോളെ? യെസ് സാർ. എന്ന് പറയുന്നില്ലെങ്കിൽ രക്ഷയില്ല കേട്ടോ. ശരി, ഇനി 3⁻41 എന്ന സംഖ്യ ഒരു വലിയ സംഖ്യയാണ്. 3⁻4 എന്ന് പറഞ്ഞാൽ 81ആണ്. 3⁻41 എന്നാൽ 341 പ്രാവശ്യം എഴുതിയാൽ വിളിച്ചാൽ കിട്ടുന്ന വലിയൊരു സംഖ്യ. അതിന്റെ കൂടെ 3⁻42 പ്ലസ് ചെയ്യണം, പിന്നെ 3⁻43 പ്ലസ് ചെയ്യണം. ഇങ്ങനെ കിട്ടുന്ന സംഖ്യ നമുക്ക് ഊഹിക്കാൻ കൂടി പറ്റില്ല. പക്ഷേ ഇത് അങ്ങനെയല്ലാതെ എങ്ങനെ ചെയ്യാം? എന്താണ് ചെയ്യേണ്ടത്? ഇത് വിവരിക്കണമെങ്കിൽ നിങ്ങൾ പറയണം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് പറയണം. നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ വിവരിക്കും, നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ. യെസ്, നിങ്ങൾക്കും പ്രതികരിക്കാം. ഇത് ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യണം. ഭയങ്കര ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പഠിക്കാൻ വേണ്ടി മാത്രം ഈ രീതിയിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർ മതി. അല്ലാത്ത കുട്ടികളുടെ ID നോക്കിയിട്ട് ഞാൻ അങ്ങോട്ടങ്ങ് റിമൂവ് ചെയ്യും. അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. അപ്പം കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ, മറ്റേ വെറുതെ നിലവിളിക്കാൻ വേണ്ടിയിട്ട് ഹാ ഹോ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നെങ്കിൽ ഇരിക്കുന്ന മതി. ആ പഠിക്കുന്ന കുട്ടികൾ, ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റഡ് കുട്ടികളാകുന്ന കുട്ടികളായിരിക്കാം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. രാവിലെ 5:30 നമ്മളെ ക്ലാസ്, ഇപ്പൊ വൈകുന്നേരം 7:00 വെച്ചോണ്ട് 200 ചില കുട്ടികൾ വന്നു. രാവിലെ 5:30 വെച്ച് കഴിഞ്ഞാൽ 100 കുട്ടികൾ വരും. ആ 100 കുട്ടികൾ ഗിഫ്റ്റഡാ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അനുഭവമാണ്. അവിടെ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ വിചാരിക്കേണ്ട USSന്റെ കുട്ടികൾക്ക് വൈകുന്നേരം 7:30 USന്റെ കുട്ടികൾക്ക് രാവിലെ 5:30 ക്ലാസ്സുകൾ വരിക. ഇനി അത് കുറഞ്ഞ ദിവസമേ ഉള്ളൂ. രാവിലെ 5:30 എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാ ദിവസവും പഠിക്കണം. പ്രൈം നമ്പറും സ്ക്വയർ നമ്പറും കാണാതെ പഠിക്കാത്ത ഒരു കുട്ടി ഇതുവരെ ഗിഫ്റ്റഡ് ആയിട്ടുമില്ല. രക്ഷിതാക്കൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളെ കുട്ടികൾക്ക് ധാരാളം പഠിക്കാനുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് USS കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടെ ഇരിക്കണം. LSSും USSും എഴുതുന്ന കുട്ടികളുടെ കൂടെ രക്ഷിതാക്കൾ ഇരിക്കണം, ഓൺലൈൻ ക്ലാസ്സിൽ പ്രത്യേകിച്ച്. എന്നിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളും കൂടി മനസ്സിലാക്കണം.
നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക്. എങ്കിലേ നിങ്ങളെ കുട്ടിക്ക് വിചാരിച്ച മാർക്ക് കിട്ടും. കുട്ടികൾ ശ്രദ്ധിക്കുക, ഈ USSന്റെ റിസൾട്ട് ആദ്യം അറിയുന്നത് നിങ്ങളുടെ പേരൻസ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പച്ച മഷി കൊണ്ടുള്ള ടിക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ കുടുംബത്തിനുണ്ടാവുന്ന സന്തോഷം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ രക്ഷിതാക്കൾക്കും നിങ്ങളുടെ സ്കൂളിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. നിങ്ങളുടെ ചിരിക്കുന്ന ഫോട്ടോ ഗേറ്റിന്റെ മുന്നിൽ തൂക്കിയിടും. സ്വന്തം നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങളുടെ ഫ്ലെക്സ് വെക്കും. സന്നദ്ധ സംഘടനകൾക്ക് നിങ്ങൾ വന്ന് അംഗീകരിക്കും. ആ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നന്നായിട്ട് ഇനി ഇരുന്നുള്ള സമയം പഠിച്ചോളൂ. ഈ ചോദ്യമൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്യേണ്ടതാണ് ഈ മുതൽ. കാരണം എടുക്കുന്ന എല്ലാം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ, ഇവിടെ ചർച്ച ചെയ്യുന്ന എല്ലാം പ്രീവിയസ്. നിങ്ങൾക്കും അയച്ചു തരാം ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അയച്ചു തരാം. നിങ്ങൾക്ക് ഏത് പ്രയാസങ്ങളും ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്തോളൂ. അത് USS ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. അല്ലാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന 40ന്റെ ഘടകങ്ങൾ എത്ര നല്ല ചോദ്യം എന്നല്ല പരീക്ഷയ്ക്ക് വയ്ക്കുക. അപ്പോഴാണ് ഈ കുട്ടികൾക്ക് കണക്കിന് പ്രശ്നം വരുന്നത്. പ്രത്യേകിച്ച് കണക്കിന് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ്. 5, 6, 7, 8 ക്ലാസ് വരെ കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങളായിട്ട് ഉണ്ടാവുക. ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ആ ചോദ്യത്തിന്റെ കാഠിന്യം കൂടിപ്പോയാൽ ഒരു ചോദ്യം നിന്നും കോടതിയിൽ പോലും പോയിട്ട് കാര്യമില്ലാത്തൊരു പരീക്ഷയാണ് നടക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇതുവരെയുള്ള എല്ലാ മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പരീക്ഷയാണ് USS. അപ്പൊ അതുകൊണ്ട് മക്കൾ ശരിയായിട്ട് ഇരുന്ന് പഠിച്ചോളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രൈം നമ്പർ കാണാതെ അറിയാം? നിങ്ങൾക്ക് എത്ര പേർക്ക് 1 മുതൽ 30 വരെ സ്ക്വയർ നമ്പർ കാണാതെ അറിയാം? അത് നിങ്ങൾ പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമാകും. അപ്പം എൻ്റെ ഭാഷ ശ്രദ്ധിക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളും കുട്ടികളുടെ കൂടെ ഇരിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ. രക്ഷിതാക്കളും മറ്റൊരു റിക്വസ്റ്റ് കൂടി, നിങ്ങളുടെ കുട്ടികളെ കല്യാണത്തിനോ സൽക്കാരത്തിനോ ഒക്കെ കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ പഠിക്കുന്ന സമയമാണ് ഒരു USS വിദ്യാർത്ഥി എന്ന ഓർമ്മ നിങ്ങൾക്കും വേണം. ശരി, നമുക്ക് ഈ ചോദ്യത്തിന്റെ വിവരണത്തിലേക്ക് പോവുകയാണ്. ഈ ചോദ്യത്തിന്റെ വിവരണം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഈ ചോദ്യം ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ. ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ ഫെർമിൻ ജോസ്. 4, 5, 11, 17. 4, 5, 11, 17. അതെ, ഞാൻ ആ ഓപ്ഷൻസ് തൽക്കാലം ഒന്ന് വായിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇത് ചെയ്ത് കാണിക്കുന്നല്ലോ. ശരി, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3:41, 3:42, 3:43, 3:44, 3:45 ഈ തന്നതിൽ ചെറുതേതാണ്. 3:41. ഉറപ്പാണല്ലോ. എങ്കിൽ ഇതിനെ നമുക്ക് എല്ലാ സംഖ്യകളെയും, ഈ മൊത്തത്തിലുള്ള എല്ലാ സംഖ്യകളെയും 3:41 കോമൺ ആയിട്ട് എടുത്തിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം. ഇതിലെല്ലാം 3:41 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം. എന്നാൽ നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല. If the numerator and denominator is the same number, the result will be 1. പഠിച്ചു വെച്ചാണ് നിങ്ങൾ. And what is 3:41 divided by 3:41? എത്രയാണ് ഫെർമിൻ ജോസ്? 1 plus. And what is 42 divided by 3:41? എത്രയാണ് ഫെർമിൻ ജോസ്? 3. ഒരു മിനിറ്റ്, x raised to n പഠിച്ച മക്കളാണ് നിങ്ങൾ. x raised to m minus n പഠിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ. അത് വെച്ചിട്ട് പറയൂ, 3:42 divided by 3:41 എത്രയാണ്? 3:1, അതായത് 3. 3:1 ആണ്, അതായത് 3. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതായത് 3. ശരി, പ്ലസ് 3:43 divided by 3:41 എത്രയാണ്? 3 square. 3:2 ആണ്, അതായത് 3 സ്ക്വയർ ആണ്. പ്ലസ് 3:44 divided by 3:1 എത്രയാണ്? 3 cube. 3:3 ആണ്. വെരി ഗുഡ്. 3:45 divided by 3:41 എത്രയാണ്? 3:4. 3:4. ഇപ്പൊ ഏകദേശം നമ്മൾ ഒന്ന് ലെവലിൽ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. 1 plus 3 plus what is 3:2?
9. 9. എന്ത് സ്പീഡ് കുറയുന്നത്? What is 3 raised to 3? 27. 27. What is 3 raised to 4? 81. 81. പെർമിൻ ജോസ്, നമ്മുടെ Yes. ഓപ്ഷൻസ് ഒന്ന് പറഞ്ഞു. നേരത്തെ ഓപ്ഷൻസ് ഒന്ന് പറഞ്ഞ് എന്നോട് ഓപ്ഷൻ മായച്ചു പോയി. പറയൂ ഓപ്ഷൻസ് പറയൂ. 4, 5, 11, 17. 4, 5, 11, 17 ആണ് ഓപ്ഷൻസ്. പെർമിൻ ജോസ്, ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? ഈ 1 + 3 + 9 + 121. 121. 121. 121. പെർമിൻ ജോസ്, ഇതിന്റെ ഉത്തരം 121 ആണ്. പക്ഷേ ഓപ്ഷൻ അതില്ലല്ലോ. സാർ അതിന്റെ ഡിവിസിബിൾ ആയ നമ്പർ ഉണ്ട്. 121ന്റെ മകൻ ഇവിടെ ഉണ്ടല്ലേ? 121ന്റെ മകനാരാ? 11. 11 എന്ന് പറഞ്ഞാൽ 11 × 11 ആണ് 121. അപ്പൊ നമ്മുടെ ആൻസർ 11 ആണ്. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ചോദിക്കുന്നു, കോഹോസ്റ്റ് ആയിട്ട് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ ഇതിലുണ്ട്. അവരെന്ത് പറയുന്നു? അവർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായോ? BM കുട്ടിയുടെ പേരെന്താണ്? എന്താ മോളെ പേര്? ശ്രീബാല. ശ്രീബാലിന്റെ ഫോൺ വിളിച്ചിട്ടുണ്ട്. പോട്ടെ, ശരി. അപ്പൊ മൈക്ക് മ്യൂട്ട് ചെയ്യും. യെസ്. ഞാൻ വേറെ ഏതെങ്കിലും സ്കൂൾ കുട്ടീനെ പേര് വിളിക്കുകയാണ്. ഇപ്പൊ 22 കുട്ടികൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ശരി, വേറെ ഏതെങ്കിലും സ്കൂളിന്റെ പേര് വിളിക്കാം. നമുക്ക് ഇതുവരെ വിളിക്കാത്ത പനമരം സ്കൂൾ, പനമരം വയനാട് ഉണ്ടോ? ഇത് പനമരം വയനാട് പേര് പറയും. ഇത് മനസ്സിലായോ? യെസ്, ഗുഡ്. ഇനി ഞാൻ തൃശ്ശൂരിലേക്ക് പോവാണ്. തൃശ്ശൂർ ചേർപ്പ് സ്കൂൾ കുട്ടികളിലുണ്ടോ? തൃശ്ശൂർ ചേർപ്പ്. യെസ് ഓർ നോ? ചേർപ്പ് പേര് പറയും. ശരി. പെർമിൻ ജോസ്, കുട്ടികളെ ഒരാളെ ഇങ്ങനെ നടത്തിയെടുക്കുക നോക്കി സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മക്കളെ പറയുന്നത്, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കോഹോസ്റ്റാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളെ ഫോണും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നെറ്റ് ഉള്ളതാണെന്നൊക്കെ ഉറപ്പുവരുത്തണം. എന്നാലാണ് ഇതുകൊണ്ട് കാര്യം. ശരി, പെർമിൻ ജോസ്, ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ സാർ. അതായത് 3^41 + 3^42 + 3^44 43 + 3^44 + 3^45. അതിനെ നമ്മൾ 3^41 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3^41 / 3^41 = 1. 3^42 / 3^41 അതായത് 42 - 41 അതായത് 3^1 അതായത് 3 കിട്ടും. ശരി പെർമിൻ ജോസ്, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് ഉള്ള ഹോംവർക്ക് ആണ്. ശ്രദ്ധിക്കുക, ഹോംവർക്ക് കൃത്യമായിട്ട് അയച്ചു തരുന്ന ചെയ്ത് യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്യുന്ന കുട്ടികൾ. യൂട്യൂബിൽ 11ാമത്തെ എപ്പിസോഡായിട്ടാണ് ഇത് വരുന്നത്. അതിന് യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്ത് അറിയിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് അയച്ചു തരിക. ഒരുപാട് കുട്ടികൾ വരികയാണെങ്കിൽ അതിൽ നിന്ന് 3 4 കുട്ടികൾ നറുക്കിട്ടെടുക്കുക ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത്, ഈ ചോദ്യം വരുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് കമന്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ് എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊക്കെ അയച്ചു തരാൻ പറ്റും. ശരി, നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇപ്പൊ ആരും മറുപടി അയക്കണ്ട.
നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ മാത്രം ചെയ്താൽ യൂട്യൂബിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ യൂട്യൂബിൽ വരും. The sum and product of സമന്വയ സണ്ണായി പോയി. The sum and product of two numbers are same. The sum and product of two numbers are same. If one number is 5, what is the other number? ഇത് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, ക്ഷമിക്കുക. ആ ചോദ്യം ഒന്ന് വായിച്ച് പെർമിൻജോസ്. The sum and product of two numbers same. Sorry. The sum and the product of two numbers are same. If one number is 5, what is the another number? What is the other number? രണ്ട് സംഖ്യകളുടെ തുകയും അതിന്റെ ഗുണനഫലവും തുല്യമാണ് പോലും. അതിലൊരു സംഖ്യ 5 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏതായിരിക്കും? നിങ്ങൾക്കും കമന്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ച നമ്മൾ ചെയ്യും. രണ്ട് സംഖ്യയുടെ തുകയും ഗുണനഫലവും തുല്യമാണ്. ഒരു സംഖ്യ 5 ആണെങ്കിൽ മറ്റു സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 2 ചോദ്യം തരുന്നത്. ഇത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഹോംവർക്കാണ്. 1 + 2 + 4 + 8 + 16 + dash 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 plus 4096 divided by 8. What is the remainder? 2 ചോദ്യമാണ് തരുന്നത്. 10 വരെയുള്ള നമ്മൾ കൊടുത്തു കഴിഞ്ഞു. 10 എപ്പിസോഡായിട്ട് ഈ വർഷത്തെ കൊടുത്തു. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി.